കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്നും മാല മോഷണം പോയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. 6 പവന്റെ മാലയാണ് മോഷണം പോയത്. സ്വർണം വാങ്ങാൻ എന്ന വ്യാജേനയാണ് ഈ കക്ഷി ജ്വല്ലറിയിലെത്തി 6 പവന്റെ മാല അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതിന്റെ വിവരങ്ങളുമായി ഷഹദ റഹ്മാനിയായിരുന്നേ അല്ലേ? ഷഹദെ, വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങാൻ എന്ന് പറഞ്ഞു വരുന്നു, മാല അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? വെരി 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 ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്റ്റീന. ഞാൻ നിൽക്കുന്നത് സരോവരം ബയോ പാർക്കിലാണ്, അല്ലെങ്കിൽ സരോവരത്താണ്. ഇവിടെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് രാവിലെ വ്യായാമത്തിനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ ചുറ്റിലും അത്തരത്തിൽ ഒരുപാട് ദൃശ്യങ്ങളാണ്. അപ്പം അതിനിടയിലാണ് ഇപ്പം ഞാൻ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാർത്തയിലേക്ക്, ജ്വല്ലറിയിലെ വാർത്തയിലേക്ക് പോകുന്നത്. അത് ഒരു കോഴിക്കോട് ജില്ലയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രമുഖമായിട്ടുള്ള ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിൽ കയറിയിട്ടാണ് ഒരു വീരൻ, അല്ലെങ്കിൽ ഒരു പഠിച്ച കള്ളൻ എന്ന് വേണം പറയാൻ, കാരണം അത്രയും അധികം സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ജ്വല്ലറിയാണ്. ആ ജ്വല്ലറിയിൽ കയറിയിട്ടാണ് 6 പവൻ്റെ മാല മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടാൽ മാന്യൻ എന്ന് തോന്നുന്ന ഒരാൾ തന്നെയാണ് എന്ന് വേണം നമുക്ക് പറയാൻ, കാരണം നമ്മൾ CCTV ദൃശ്യം ഇപ്പം സ്ക്രീനിൽ കാണിക്കുന്നുണ്ടാവും. അപ്പം ആ ഘട്ടത്തിൽ ആ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, കണ്ടാൽ മാന്യൻ എന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ സ്വർണം എടുക്കാൻ എന്ന പേരിലാണ് ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ജ്വല്ലറിയിലെ സെയിൽസ്മാൻ കുറേ അധികം ഈ ചെയിന് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ മാല കാണിച്ചു കൊടുക്കുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം പലതായിട്ട് തിരയുന്നു. അതിൽ നിന്ന് ഒരു മാല നൈസായിട്ടൊന്ന് അടിച്ചു മാറ്റി, എന്നിട്ട് അത് പോക്കറ്റിലിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇത് ആ ഘട്ടത്തിൽ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വൈകിട്ട്, അതായത് രാത്രി ഇത് ഈ ക്ലിയറൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓരോ സെയിൽസ്മാനും കൊടുക്കുന്ന സ്വർണം സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കെടുപ്പ് നടത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഈ മാല നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞിട്ടുള്ളത്. മിനിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത്. നടക്കാവ് പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് എടുത്തിട്ടുള്ളത്. എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വ്യക്തിയെ ആരെങ്കിലും അറിയുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നുള്ളതാണ് നടക്കാവ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കള്ളൻ അധിക ദൂരം പോകാനുള്ളൊരു ചാൻസ് ഒന്നും നിലവിൽ നമ്മൾ കാണുന്നില്ല, കാരണം കള്ളൻ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സ്വർണത്തിന് വലിയ വിലയുള്ള സമയമാണ്. 6 പവന്റെ സ്വർണ്ണമൊക്കെയാണ് അടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ അല്ലേ?